അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ അറ്റംപ്റ്റിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് എക്സാമിന് വന്നത്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ഇൻഡേഴ്സ് 90 ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്തില്ല. ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. അതേ ക്വസ്റ്റ്യൻ, എമൗണ്ട് മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരു വ്യത്യാസവും ഇല്ല ബാക്കി. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിൽ ഫസ്റ്റ് ഇതൊക്കെ നിങ്ങൾ ആ MCQ ഇനി എക്സാം എഴുതാൻ പോകുന്നവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ ഇറക്കിയ MCQ സീരീസ് ഇല്ല, അത് മൊത്തം ഞാനത് യൂട്യൂബിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ, മൊത്തം നോക്കിയിട്ട് പോവാ. അതിൽ ക്വസ്റ്റ്യൻസാണ് ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ മൊത്തം വന്നത്. റെഡി? അപ്പോൾ നോക്കാം. MCQ ഫസ്റ്റ് എന്താണ്? ചൂസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ ദി ഫോളോയിങ് MCQ. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ഓഫ് എ കമ്പനി? കമ്പനീൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് അല്ലാത്തത്. സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ഒരു 11 ബുക്ക് പറയുന്നുണ്ട്. അതിൽ വരാത്തത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇതിൽ രജിസ്റ്റർ ഓഫ് ഓഫീസേഴ്സ്, ഇതല്ലാത്ത ബാക്കിയെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബുക്സിൽ വരുന്നതാണ്. നമ്മൾ മെറ്റീരിയൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കമ്പനി മേ പർച്ചേസ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് securities premium, proceeds of issue of any share, proceeds of issue of any specified securities. ഇത് നാലും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൈ ബാക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡി ആണ് ആൻസർ. 1 2 3 4 ഇത് നാലും പറ്റും. അതായത് ഫ്രീ റിസർവ്, കമ്പനീസ് ആക്ട് നമ്മളെ നോട്ടിൽ ഇങ്ങനെയാണുള്ളത്. ഫ്രീ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, പിന്നെ പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് എനി ഷെയർസ് ഓർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. ഇത് രണ്ടും കൂടെ ഒറ്റ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്, അതല്ലേ? അപ്പോൾ അത് വളരെ സ്പ്ലിറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും പറ്റും. ഓക്കെ, which of the following is not a criteria to classify the liability of current classify a liability as current? അപ്പോൾ ഒരു ലാബിലിറ്റിനെ കറണ്ട് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിൽ ക്രൈറ്റീരിയയിൽ കണ്ടീഷനിൽ വരാത്ത ഏതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി സെറ്റിൽ ഇൻ ദി കമ്പനീസ് നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളിൽ സെറ്റിൽ ചെയ്യുന്ന ലാബിലിറ്റി ഒക്കെ കറണ്ട് ലാബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി ഫോർ ദി പർപ്പസ് ഓഫ് ബീങ് ട്രേഡഡ് ആണെങ്കിൽ കറണ്ട് ലാബിലിറ്റിൻ്റെ കണ്ടീഷനിൽ വരും. പക്ഷേ അത് ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി നോട്ട് പറഞ്ഞുകൊണ്ട് ഇത് വരില്ല. പിന്നെ ഇറ്റ് ഈസ് ഡ്യൂ ടു ബി സെറ്റിൽ വിത്തിൻ 12 months ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്. റിപ്പോർട്ടിംഗ് ഡേറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ അവിടുന്ന് 12 മാസത്തിൻ്റെ ഉള്ളിൽ സെറ്റിൽ ചെയ്യുന്ന ലാബിലിറ്റി ഒക്കെ കറണ്ട് ലാബിലിറ്റിയാണ്. അപ്പോൾ അത് അതിൽ വരും. ദ കമ്പനി ഡസ് നോട്ട് ഹാവ് ആൻ അൺകണ്ടീഷണൽ റൈറ്റ് ടു ഡെഫർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ദ ലാബിലിറ്റി ഫോർ എ 12 months ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഇതും വരും. റെഡി അല്ലേ? അപ്പോൾ ഇതിൽ ഈ 3 കറണ്ട് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കണ്ടീഷൻസാണ്. ഈ ബി ഒഴികെ. ബി നോട്ട് ആയതുകൊണ്ടാണ്. അതിൽ ഈ നോട്ടൊന്നുമില്ലെങ്കിൽ ബിയും കണ്ടീഷനായിട്ട് മാറും. ഇറ്റ് ഈസ് ഹെൽഡ് പ്രൈമർലി ഫോർ ദി പർപ്പസ് ഓഫ് ബീങ് ട്രേഡ്. അത്ര ഉള്ളെങ്കിൽ അതും ഒരു കണ്ടീഷനാണ്. റെഡി? ഇനി അടുത്തത്, ഇൻ ദി നോട്ട്സ് ടു അക്കൗണ്ട്സ് കണ്ടിജൻറ്റ് ലാബിലിറ്റി ഷാൽ ബി ക്ലാസിഫൈഡ് ആസ്. നോട്ട്സ് ടു അക്കൗണ്ടിൽ കണ്ടിജൻറ്റ് ലാബിലിറ്റീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഏതൊക്കെ? നോട്ട്സ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടിജൻറ്റ് ലാബിലിറ്റി കാണിക്കണ്ടേ? അപ്പോൾ ഇതിൽ ഏതൊക്കെ കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ക്ലെയിംസ് അഗെയിൻസ്റ്റ് ദി കമ്പനി നോട്ട് അക്നോളജ് ആസ് ഡെപ്റ്റ്. കമ്പനിക്കെതിരെ വന്നൊരു ക്ലെയിം, എന്തെങ്കിലും കോമ്പൻസേഷൻ എന്തെങ്കിലും ചോദിച്ചു വന്ന ക്ലെയിം, അത് നമ്മൾ കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് നമ്മൾ ഡെപ്റ്റായിട്ട് അക്നോളജ് ചെയ്തിട്ടില്ല, കണ്ടിജൻറ്റ് ലാബിലിറ്റി ആയിട്ട് കാണിക്കണം. ഗ്യാരണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം. അതർ മണി ഫോർ വിച്ച് കമ്പനി ഈസ് കണ്ടിജൻറ്റ് ലാബിൾ, വേറെ എന്തെങ്കിലും പൈസ കമ്പനി കണ്ടിജൻറ്റിൽ ലാബിളാവാൻ ചാൻസ് ഉള്ളതുണ്ട്, അതൊക്കെ കാണിക്കണം. ഫോർ എക്സാമ്പിൾ ബിൽ ഫോർ കളക്ഷൻ, ബില്ല് കളക്ട് ചെയ്തിട്ടുണ്ട്, ബില്ല് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ, അത് കണ്ടിജൻറ്റ് ലാബിലിറ്റി ആവാൻ ചാൻസ് ഉള്ളതാണ്. അങ്ങനത്തെ ഒക്കെ കാണിക്കുക. അപ്പോൾ ഓൾ ഓഫ് ദി എബോവ് ആണ് ഇതിൽ ആൻസർ വരും. ഇനി അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ മാൻഡേറ്ററി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ജനറൽ ഇൻഷുറൻസ് കമ്പനി ആസ് പെർ IRDA റെഗുലേഷൻ. ഇൻഷുറൻസ് കമ്പനിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തൊക്കെ വരാം? റവന്യൂ അക്കൗണ്ട്, P&L, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് 3 വരും. ഇതിൽ ക്യാഷ് ഫ്ലോ വരില്ല. അപ്പോൾ അതാണ് ആൻസർ. ഇനി അടുത്തത്, P ലിമിറ്റഡ് ഇഷ്യൂസ് 60,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. 6,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each പേബിൾ ആസ് 3 ഓൺ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ കൂടെ എത്രയാണ്? ആപ്ലിക്കേഷൻ്റെ കൂടെ 3. ഇനി 5 ഓൺ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ 5 ആണ്. പക്ഷേ അതിൽ അലോട്ട്മെൻറ്റിൽ 3 ക്യാപിറ്റലും 2 പ്രീമിയം, അങ്ങനെയാണ്. ഇനി ഫൈനൽ കോൾ എത്ര? ഫൈനൽ കോൾ 4. ഇങ്ങനെയാണ് വിളിക്കുന്നത്, ഫൈനൽ കോൾ 4. റെഡി? ഓൾ ദ ഷെയർസ് വെയർ സബ്സ്ക്രൈബ്ഡ്. എല്ലാം 6,000 നമ്മൾ ഇഷ്യൂ ചെയ്തു, 6,000 സബ്സ്ക്രൈബ് ചെയ്തു. മണി ഡ്യൂ ഓൺ ഓൾ ഷെയർസ് വാസ് ഫുള്ളി റിസീവ്ഡ്. എല്ലാവരും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. എക്സെപ്റ്റിങ് ആരൊഴികെ മിസ്റ്റർ എം എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്? 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫെയിൽഡ് ടു പേ അലോട്ട്മെൻറ്റ് മണി ആൻഡ് കോൾ മണി. അപ്പോൾ ശ്രദ്ധിക്കുക, എം എന്ന് പറഞ്ഞ ആൾ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ എന്ത് തന്നിട്ടില്ല? ഇയാൾ ആപ്ലിക്കേഷൻ തന്നു, അലോട്ട്മെൻറ്റും ഫൈനൽ കോളും തന്നിട്ടില്ല. ഇനി അടുത്തെന്താ പറയുന്നത്? എൻ ഹോൾഡിങ് 200 ഷെയർ. എൻ എന്ന് പറഞ്ഞ ആൾ 200 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അയാൾ എന്തൊക്കെ തന്നു? ഫെയിൽഡ് ടു പേ കോൾ മണി ഫെയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് തന്നു, കോൾ വന്നിട്ടില്ല. ഇനി ശ്രദ്ധിക്കുക, ഓൾ ദോസ് 300 ഷെയർസ്, അതായത് എമ്മിൻ്റെ 100ഉം എന്നിൻ്റെ 200ഉം, ഈ 300 ഷെയറും ഫോർഫീറ്റ് ചെയ്തു. ഫോർഫീച്ചറിൻ്റെ ചാനൽ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ബിറ്റ് ടു ഷെയർ ഫോർഫീച്ചർ ടു കോൾ സിനാരിയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഏത് കോളാണോ നമുക്ക് കിട്ടാത്ത അതിൻ്റെ പേര് എഴുതാം.
അപ്പോൾ ഇവിടെ നോക്കിയേ, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് നമ്മൾ 300 ഷെയറാണ് ഫോർഫീ ചെയ്യുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10. അതാണ് ഫുള്ളും വിളിച്ചതല്ലേ, 10 വിളിച്ചതാണ്, ഫൈനൽ കോളും വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് കാണിക്കുക, ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് കാണിക്കുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300 ഷെയറാണ്, 10 രൂപയാണ് ഫേസ് വാല്യൂ, 10 വിളിച്ചു, ഫേസ് വാല്യൂ 10 വിളിച്ചു, അപ്പോൾ 3000 വരും. ഇനി സെക്യൂരിറ്റീസ് പ്രീമിയം, ഇവിടെ ശ്രദ്ധിക്കുക, പ്രീമിയം കിട്ടാത്തത് മാത്രമേ ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എമ്മിൻ്റെ കേസിൽ അലോട്ട്മെൻറ്റ് തന്നിട്ടില്ല, അലോട്ട്മെൻറ്റിൻ്റെ കൂടാണ് പ്രീമിയം. അപ്പോൾ എം അലോട്ട്മെൻറ്റ് തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രീമിയം തന്നിട്ടില്ല. അലോട്ട്മെൻറ്റിൻ്റെ കൂടെ 5 വിളിക്കുന്നുണ്ട്, അതിൽ 2 പ്രീമിയമാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് തന്നിട്ടില്ലെങ്കിൽ പ്രീമിയം തന്നിട്ടില്ല. അപ്പോൾ തരാത്തത് ഡെബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, തന്നത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 200 എന്നിൻ്റെ 200 ഷെയറിൻ്റെ മേലെ എന്ത് കിട്ടിയതാണ്? സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയാണ്, അത് ക്യാൻസൽ ചെയ്യേണ്ട. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 പർപ്പസിന് അതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കിട്ടിയിട്ടില്ലെങ്കിലാണ് ഡെബിറ്റ് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യേണ്ടത്. അപ്പോൾ 100 ഷെയറിൻ്റെ മേലെ കിട്ടാത്ത 100 × 2 200 വരും. ഇനി ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ്, ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാത്ത അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യണം. ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് എത്രയാണ്? ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് ആരത് മാത്രമാണ്? എമ്മിൻ്റെ മാത്രമാണ്. 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന എമ്മിൻ്റെ 5 രൂപ കിട്ടിയിട്ടില്ല, അലോട്ട്മെൻറ്റിൻ്റെ 5 കിട്ടിയില്ല. അപ്പോൾ 100 × 5 ഇത് അലൈൻമെൻറ്റ് മാറിപ്പോയതാണ് കുറച്ച്, അല്ല ഇതല്ല, ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് വരണമായിരുന്നു, കുറച്ച് അങ്ങോട്ട് ഇതാവണമായിരുന്നു. 100 × 5 എന്ന് പറയുമ്പോൾ 500 വരും, 500. റെഡി അല്ലേ? ഇനി ഇക്വിറ്റി ഷെയർ കോള് കിട്ടാത്തത്, ഇപ്പോൾ 2 കേസിൽ എന്ത് കിട്ടിയില്ല? കോള് കിട്ടില്ല. അലോട്ട്മെൻറ്റിൻ്റെ കേസിൽ എം മാത്രമേ തരാത്തത്. ഫൈനൽ കോളിൻ്റെ കേസിൽ 2 തന്നിട്ടില്ല. 300 ഷെയർ ഹോൾഡ് ചെയ്യുന്നവരും തന്നില്ല. ഫൈനൽ കോൾ 4 അല്ലേ, 300 × 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 1200 വരും. അപ്പോൾ ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 1200. റെഡി അല്ലേ? ഇനി കിട്ടിയത് നമ്മൾ എങ്ങോട്ട് മാറ്റാം? കിട്ടിയത് നമ്മൾ ഫൈനൽ ഷെയർ ഫോർഫീച്ചർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾ ഏത് മാത്രമേ തന്നിട്ടുള്ളൂ? ആപ്ലിക്കേഷൻ്റെ 3 മാത്രമല്ല തന്നിട്ടുള്ളൂ. അപ്പോൾ 100 × 3 300 വരും. പ്ലസ് ശ്രദ്ധിക്കുക, ഈ എൻ എന്ന് പറഞ്ഞ ആൾ 200 ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇയാൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് തന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ 3 അലോട്ട്മെൻറ്റിന് 5 8. പക്ഷേ അതിൽ പ്രീമിയം ഫോർഫീച്ചറിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ 8 ന്ന് 2 ഒഴിവാക്കിയാൽ ബാക്കി 6 എന്ന് പറയുമ്പോൾ 200 × 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 1200. 1200 300 1500 വരും. ക്ലിയർ ആണോ? നമുക്ക് ഈ ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റും ഇക്വിറ്റി ഷെയർ കോൾ ചെയ്തതിന് പകരം 2 കൂടെ ചേർത്തിട്ട് എന്തെന്ന് പറയാം? കോൾസ് ഇൻ അരിയർ എന്ന് പറയും. കോൾസ് ഇൻ അരിയർ റെക്കോർഡ് ഓൾറെഡി മാറ്റിയിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇത് 2 കൂടെ റീപ്ലേസ് ചെയ്തിട്ട് ഈ 2 എമൗണ്ട് കൂടെ ചേർത്തിട്ട് നമുക്ക് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാലും മതി. അതായത് 500ഉം 1200ഉം 1700 നമുക്ക് എന്ത് ചെയ്യാം? കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെയും കാണിക്കാം. ഇങ്ങനെ അലോട്ട്മെൻറ്റ് കോൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. കോൾസ് ഇൻ ഈ 2 കൂടെ ചേർത്ത് കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞിട്ട് ഈ 2 എമൗണ്ടും 1700 കാണിച്ചാലും മതി. ഇതാണ് ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് ഇങ്ങനെ കാണിക്കാമെന്നും പറയുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 3000, സെക്യൂരിറ്റി പ്രീമിയം 200, കോൾസ് ഇൻ അരിയർ 1700, ടു ഷെയർ ഫോർഫീച്ചർ 1500, ഇങ്ങനെയും കാണിക്കും. റെഡി? ഇനി അടുത്തത്, ഈ ഫോർഫീ ചെയ്ത ഷെയറിൽ 250 ഷെയർ വരെ എന്ത് ചെയ്തു? അതായത് എമ്മിൻ്റെ ഷെയർ മൊത്തം 250 എന്ന് പറയുമ്പോൾ മൊത്തം 300 എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർഫീ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തം 300 ഫോർഫീ ചെയ്തെന്ന് പറയുമ്പോൾ എമ്മിൻ്റെ 100ഉം എന്നിൻ്റെ 200, അങ്ങനെയാണ് 300. 300ൽ 250 റീഇഷ്യൂ ചെയ്തിട്ടുള്ളത് 250. 300 റീഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ആളെ ഷെയർ റീഇഷ്യൂ ചെയ്തു. അപ്പോൾ 250 എന്ന് പറയുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിക്ക് എമ്മിൻ്റെ 100ഉം എന്നിൻ്റെ 150ഉം അങ്ങനെ ഇഷ്യൂ ചെയ്യാം. അല്ലെങ്കിൽ എന്നിൻ്റെ 200ഉം എമ്മിൻ്റെ 50ഉം അങ്ങനെ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ 250 ഷെയർ നമ്മൾ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഫോർഫീ ചെയ്തതിൽ 250 ഷെയർ റീഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ ബ്രാക്കറ്റിൽ എമ്മിൻ്റെ എല്ലാ ഷെയറും എന്ത് ചെയ്തിട്ടുണ്ട്? റീഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എമ്മിൻ്റെ 100 ഷെയറും റീഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 250ൽ 100 എമ്മിൻ്റെ ആണ്, ബാക്കി 150 ആരതാണ്? 150 ആരതാണ്? എന്നിൻ്റെ ആണ്. ഇനി പറഞ്ഞേ, ഇപ്പോൾ ഇവിടെ നമ്മൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ എന്താ ചാനൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 250 ഷെയർ റീഇഷ്യൂ ചെയ്തു, 8 രൂപക്കാണ് റീഇഷ്യൂ ചെയ്തു. അപ്പോൾ 2000 വരും. റെഡി? ഇനി ഷെയർ ഫോർഫീച്ചർ, നമുക്ക് ഇതിലുള്ള നഷ്ടം 250 × 2 500 വരും. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 250 × 10 എത്ര വരും? 2500 വരും. ഇനി അടുത്തത് ഫോർഫീച്ചറിൽ ബാക്കിയുള്ളത് നമ്മൾ അങ്ങോട്ട് മാറ്റണം, ക്യാപിറ്റൽ റിസർവിലേക്ക്. ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം മാറ്റാൻ പറ്റില്ല, കാരണം മൊത്തം റീഇഷ്യൂ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇയാളുടെ കേസിൽ 3 രൂപയാണ് കിട്ടിയത് അല്ലേ? ആരുടെ കേസിൽ? എമ്മിൻ്റെ കേസിൽ 3 രൂപ കിട്ടി. റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള നഷ്ടം എത്ര? 2. അപ്പോൾ ക്യാപിറ്റൽ റിസർവിലേക്ക് എമ്മിൻ്റെ ഷെയറിൻ്റെ കേസിൽ 1 രൂപ മാറ്റേണ്ടത്. അപ്പോൾ 1 × 100 റെഡി അല്ലേ? 100 ഷെയർ ഇയാളത് റീഇഷ്യൂ ചെയ്തു. 1 × 100 രൂപ മാറ്റണം. ഇനി എന്നിൻ്റെ കേസിൽ എത്ര കിട്ടി? 3ഉം 5 8 കിട്ടി. പക്ഷേ 2 നമ്മൾ ഫോർഫീച്ചറിലേക്ക് മാറ്റിയില്ല, 6 മാറ്റിയത്. റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള നഷ്ടം എത്ര? 2 അല്ലേ? 8 രൂപക്കല്ലേ റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 4 രൂപയാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ എത്ര ഷെയർ റീഇഷ്യൂ ചെയ്തു? 200 റീഇഷ്യൂ ചെയ്താൽ × 200 ഇല്ല, എത്ര ഷെയറാണ് റീഇഷ്യൂ ചെയ്തത്? 150. അപ്പോൾ 4 × 150 എന്ന് പറയുമ്പോൾ എത്ര വരും? 600 വരും. അപ്പോൾ മൊത്തം ഇത് 2 കൂടെ കൂട്ടിയാൽ നമ്മൾ എത്രയാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് 700 ആണ് മാറ്റേണ്ടത്. ക്ലിയർ അല്ലേ?
ക്യാപിറ്റൽ റിസർവിലേക്ക് 700 മാറ്റേണ്ടത്. ഷെയർ ഫോർഫീച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്, അതായത് 1/100 പ്ലസ് 4/150 അങ്ങനെ വരും. ഓക്കെ. ഇനി അടുത്തത്, ആകാശ് ലിമിറ്റഡ് ഹാസ് ഇഷ്യൂഡ് 2012% കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് റെഡീമബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 5 years. 5 year കഴിഞ്ഞാൽ റെഡീം ചെയ്യാന്ന് പറഞ്ഞിട്ട് 2000 കൺവേർട്ടബിൾ ഡിബഞ്ചർ 12% കൺവേർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദി ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദ ഇഷ്യൂ ദീസ് ഡിബഞ്ചേഴ്സ് വർ റെഡീമബിൾ അറ്റ് പ്രീമിയം ഓഫ് 5%. 5% പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്ന സമയത്ത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഓൾസോ ഹാഡ് ദ ഓപ്ഷൻ അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ ടു കൺവേർട്ട്. ഇവർക്ക് 20% ഓഫ് ഹോൾഡിംഗ് എന്ത് ചെയ്യാൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 10 രൂപേൻ്റെ ഷെയർ അവർക്ക് ഇഷ്യൂ ചെയ്തതിൽ എത്രക്കാണ്? 20 രൂപക്കാണ് ഇഷ്യൂ ചെയ്തത്. റെഡി അല്ലേ? ഗെറ്റ് ദി ബാലൻസ് ഇൻ ക്യാഷ്, ബാക്കി ക്യാഷ് ആയിട്ടും കിട്ടും. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എമൗണ്ടിങ് 40,000, അതായത് മൊത്തം 2000 ഡിബഞ്ചർ 100 രൂപ എന്ന് പറയുമ്പോൾ 2 ലക്ഷത്തിൻ്റെ ഡിബഞ്ചർ ഉണ്ട്. അതിൽ 40,000 ഡിബഞ്ചർ ഇപ്പം എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. 40,000 ഡിബഞ്ചർ, ബാക്കി 1,60,000 ഡിബഞ്ചർ ഇപ്പം എന്ത് ചെയ്യുന്നില്ല? കൺവേർട്ട് ചെയ്യുന്നില്ല. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, എത്ര ഷെയറാണ് അവർക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ 40,000 അല്ലേ, മൊത്തം 40,000. ഇപ്പോൾ ഇതിൽ 40,000-ൽ നമ്മളിപ്പം 20% കൺവേർട്ട് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 8,000 കൺവേർട്ട് ചെയ്യുള്ളൂ. ബാക്കി എത്ര? 80% എന്ന് പറയുമ്പോൾ എത്ര വരും? 32,000. ഈ 32,000 നമ്മൾ ക്യാഷാണ് കൊടുക്കുക. ഈ 32,000 ക്യാഷ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ റെഡീം ചെയ്യുന്ന 5% പ്രീമിയത്തിലായതുകൊണ്ട് എത്ര കൊടുക്കും? 33,600 കൊടുക്കും. ഇനി 8,000 വാല്യൂ വരുന്നതിന് 5% പ്രീമിയത്തിൽ എന്ന് പറയുമ്പോൾ 8,000 പ്ലസ് 5% പ്രീമിയം എന്ന് പറയുമ്പോൾ എത്ര വരും? 8,400 വരും അല്ലേ. ഇവർക്ക് നമ്മൾ എന്താ കൊടുക്കുക? ഷെയറാണ് കൊടുക്കുക. എത്രൻ്റെ ഷെയർ? 10 രൂപേൻ്റെ ഷെയർ 20 രൂപക്കാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ 420 ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യും. 420 ഷെയർ. അപ്പോൾ 420 ഷെയർ ഇഷ്യൂ ചെയ്യും. 33,600 എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. അപ്പോൾ നമ്മളോട് അത് രണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇവർക്ക് എത്രയാണ് ഷെയർ കൊടുക്കുക, എത്രയാണ് ക്യാഷ് കൊടുക്കുക. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഷെയർ കൊടുക്കുന്നത് എത്രയാണ്? 420 ഷെയറാണ് കൊടുക്കുന്നത്. ഇവിടെ കമ്പ്യൂട്ടേഷൻ പറയുന്നുണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ളവർക്ക് നമ്മൾ ക്യാഷാണ് കൊടുക്കുക. 33,600 ക്യാഷാണ് കൊടുക്കുക. റെഡി? ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇതിൽ ജേണൽ എൻട്രി പറയുന്നുണ്ട്. ജേണൽ എൻട്രി എന്താ? 12% കൺവേർട്ടബിൾ ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇപ്പോൾ 12% കൺവേർട്ടബിൾ ഡിബഞ്ചർ. ഇപ്പോൾ ഡിബഞ്ചർ എത്ര ഉണ്ട്? 40,000 ഫേസ് വാല്യൂ വരുന്ന ഡിബഞ്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡീം ചെയ്യുന്നത്. പ്രീമിയം ഓൺ റിഡംഷൻ ഇതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 2,000 വരും. ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് മൊത്തം 42,000 കൊടുക്കണം. ഇതിവിടെയാണ് വരേണ്ടത്. മൊത്തം 42,000 കൊടുക്കും. റെഡി അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് 42,000 നമ്മൾ ക്യാഷ് ആയിട്ടാണോ കൊടുക്കുകയാണ്? അല്ല, ഷെയർ കൊടുക്കുന്നുണ്ട്. എത്ര? 420 ഷെയർ അല്ലേ? 420 ഷെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 420 ഇൻറ്റു ഫേസ് വാല്യൂ 10 അല്ലേ എന്ന് പറയുമ്പോൾ എത്ര വരും? 4,200 വരും. 4,200. സെക്യൂരിറ്റീസ് പ്രീമിയം 20 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം എത്രയാണ്? 10 അപ്പോൾ 4,200 തന്നെ വരും. റെഡി അല്ലേ? ഇനി ടു ബാങ്ക്, ബാക്കിയുള്ളവർക്ക് നമ്മൾ ക്യാഷാണ് കൊടുക്കുന്നത്. ക്യാഷ് എത്ര കൊടുക്കുന്നത്? 33,600 ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനി അടുത്തത്, ആൽഫ ലിമിറ്റഡ് പ്രൊവൈഡഡ് ദി ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാനും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും. നോട്ട് ഷുഡ് ബി ഫോം പാർട്ട് ഓഫ് ദി ആൻസർ. നോട്ട്സ് ടു അക്കൗണ്ട്സും വേണം. റെഡി അല്ലേ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിൽ തന്നെ കാണിക്കുക. ജനറൽ റിസർവ് ആൻഡ് സർപ്ലസിൽ കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിസർവ് ആൻഡ് സർപ്ലസിൽ കാണിക്കുക. ഡിബഞ്ചർ ലോങ് ടേം ബോറോയിങ്സിൽ കാണിക്കുക. പിന്നെ മോട്ടോർ വാൻ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ കാണിക്കാം. റെഡി? മെഷീനറി പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ബിൽഡിംഗ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. 12% ലോങ് ടേം ലോൺ, ലോങ് ടേം ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ലോണല്ല, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കാണിക്കാം. നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. സെയിൽസ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സെയിൽസ് റിട്ടേൺ ഇതിൽ നിന്ന് ലെസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ, ഫിനാൻസ് കോസ്റ്റ് കാണിക്കുക. പർച്ചേസ്, കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. പർച്ചേസ് റിട്ടേൺ ഇതിൽ നിന്ന് ലെസ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക്, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിൽ എടുക്കാം. P&L, ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി. ഡിസ്കൗണ്ട് അലൗഡ് അതർ എക്സ്പെൻസിൽ എടുക്കാം. ക്യാരേജ് ഔട്ട്വേർഡ് അതർ എക്സ്പെൻസിൽ എടുക്കാം. റെൻ്റ് ആൻഡ് റൈറ്റ്സ് ഇതിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം, അതർ എക്സ്പെൻസിൽ എടുക്കാം. ഇൻകം ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് 24,000.
അപ്പോൾ പേഴ്സൻറ്റേജ് തരുമ്പോൾ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം കറക്റ്റ് പേഴ്സൻറ്റേജ് കിട്ടിയെന്ന്. 2 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്, അതിൻ്റെ 12% എന്ന് പറയുമ്പോൾ എത്രയാണ്? 24,000 തന്നെ, അത് മൊത്തം കിട്ടിയിട്ടുണ്ട്. അപ്പം അക്രൂഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇൻകം ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അതർ ഇൻകത്തിൽ കാണിക്കാം, അതർ ഇൻകത്തിൽ. ട്രേഡ് റിസീവബിൾസ് തന്നെ കാണിക്കാം, ട്രേഡ് പേബിൾസ് അങ്ങനെ തന്നെ കാണിക്കാം. അഡ്വർടൈസ്മെൻറ്റ് അതർ എക്സ്പെൻസിൽ കാണിക്കാം, അഡ്വർടൈസ്മെൻറ്റ് അതർ എക്സ്പെൻസ്. ഇനി ബാഡ് ഡെപ്റ്റ് ഇതിലാണ് കാണിക്കേണ്ടത്, ഇതിലാണ് ബാഡ് ഡെപ്റ്റ് നമ്മൾ അതർ എക്സ്പെൻസിൽ. സാലറീസ് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്. പിന്നെ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ അതർ എക്സ്പെൻസിൽ കാണിക്കുക. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി ഫണ്ട്, ഇതൊക്കെ ഇവിടെ കാണിക്കാം അത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൽ. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിൽ കാണിക്കും. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസിൽ എടുക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, P&L. പിന്നെ ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. ഡിപ്രിസിയേഷൻ നമ്മൾ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ P&L കൊടുക്കുക. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് നമ്മൾ കാണിക്കില്ല, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൽ അതിന് കുറയ്ക്കുകയും ചെയ്യും. ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഈസ് പേബിൾ ക്വാർട്ടർലി. നിങ്ങൾ ക്വാർട്ടർലി ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ കൊടുക്കുക. ലാസ്റ്റ് ക്വാർട്ടർ ഇൻട്രസ്റ്റ് യെറ്റ് ടു ബി പെയ്ഡ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കൊടുത്താലും 3 ക്വാർട്ടർ കൊടുത്തിട്ടുള്ളൂ, 4ാമത്തെ ക്വാർട്ടറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കണം. അതർ കറണ്ട് ലാബിലിറ്റിയിലും വരണം, ഇൻട്രസ്റ്റിൻ്റെ കൂടെ P&L ആഡ് ചെയ്യും വേണം. ഇനി ട്രേഡ് റിസീവബിൾസ് ഇൻക്ലൂഡ് സം ₹25,000 ഡ്യൂ ഫ്രം എക്സ് ഹൂ ഹാസ് ബിക്കം ഇൻസോൾവെൻറ്റ് ഓൺലി 25 രൂപ എന്ന് പറയാൻ 25% എന്ത് ചെയ്യുള്ളൂ ഇയാളത്തു നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താവുന്നുണ്ട്? 25,000 തരാനുള്ള ഒരാൾ എന്തായിട്ടുണ്ട്? ഇൻസോൾവെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 25% ഇത് കിട്ടുള്ളൂ, ബാക്കി ഇത് ബാഡ് ഡെപ്റ്റ് ആവും. റെഡിയല്ലേ? ഇനി അടുത്തത് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്. 2% പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. റെഡിയല്ലേ? ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പ്രൊവൈഡ് ഫോർ ഇൻകം ടാക്സ്, പ്രൊവിഷൻ ഫോർ ടാക്സ് ഫോർ 1,50,000 പറയുന്നുണ്ട്. ഡയറക്ടേഴ്സ് പ്രപ്പോസ് ഡിവിഡൻഡ് 10% ഓൺ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഫോർ ദ ഇയർ ആൻഡ് ട്രാൻസ്ഫർ ടു ബി മെയ്ഡ് ജനറൽ റിസർവ് 1 lakh. അപ്പോൾ പ്രപ്പോസ് ഡിവിഡൻഡ് കണ്ടിജൻറ്റ് ലാബിലിറ്റിയാണ്. നിങ്ങൾ നോട്ട്സ് അക്കൗണ്ട്സിൽ കണ്ടിജൻറ്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. നമ്മൾ വേറെ P&L ബാലൻസ് ഷീറ്റിലോ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്രോപ്രിയേഷനിൽ എന്ത് ചെയ്യുക? ജനറൽ റിസർവിലേക്ക് 1 ലക്ഷം മാറ്റുക. നിങ്ങൾ P&L അപ്രോപ്രിയേഷൻ ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. റെഡിയല്ലേ? ഇത്രയാണ് ഡീറ്റെയിൽസ് ഉള്ളത്. ഓക്കെ. ഇപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ആദ്യം ഇവർ P&L ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. ഇപ്പോൾ ഇവിടെ സെയിൽസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. സെയിൽസ് എത്ര? 60 ലക്ഷം. സെയിൽസ് എത്ര? 60 ലക്ഷം. ഇനി സെയിൽസ് റിട്ടേൺ എത്ര? സെയിൽസ് റിട്ടേൺ 3 ലക്ഷം. സെയിൽസ് റിട്ടേൺ എത്ര? 3 ലക്ഷം. അപ്പോൾ 60 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം പോയാൽ എത്ര വരും? 57 ലക്ഷം. അതാണ് ഇവിടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. റെഡിയല്ലേ? ഇനി അടുത്ത അതർ ഇൻകത്തിൽ കാണിക്കാൻ നമ്മളിത് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതർ ഇൻകത്ത് കാണിക്കാൻ ഇൻകം ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ എഴുതാം 24,000 മാത്രമുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ ഇൻകം ഫ്രം ഗവൺമെൻറ് സെക്യൂരിറ്റീസ് പറഞ്ഞിട്ട് 24,000 കാണിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു 57,24,000 നമ്മളിവിടെ കാണിച്ചു. ക്ലിയർ ആണോ? ഇനി എക്സ്പെൻസ് സൈഡിലേക്ക് വരുമ്പോൾ ആദ്യം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഇല്ല, പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് നമ്മൾ കാണിക്കുന്നത്. കോസ്റ്റ് ഓഫ് പർച്ചേസ്, അപ്പോൾ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കും. ഇവിടെ പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് പർച്ചേസ്? 36 ലക്ഷം അല്ലേ? പർച്ചേസ് ഇതാ 36 ലക്ഷം. ഇനി പർച്ചേസ് റിട്ടേൺ 4 ലക്ഷം ഉണ്ട്, കുറച്ച് ബാക്കി 32 ലക്ഷം നമ്മളിവിടെ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഇനി ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി, ഓപ്പണിംഗ് സ്റ്റോക്ക് നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് ചെയ്താൽ, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് ചെയ്താൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് 3 ലക്ഷം, ക്ലോസിംഗ് സ്റ്റോക്കോ 3,50,000. അപ്പോൾ 3 ലക്ഷത്തിൽ നിന്ന് 3,50,000 കുറച്ച് കഴിഞ്ഞാൽ -50,000. അപ്പോൾ നെഗറ്റീവായിട്ട് ചെയ്താൽ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് -50,000. ഇനി അടുത്തത് എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൽ കാണിക്കാൻ ഇവിടെ സാലറി ഉണ്ട്. സാലറി 6,72,000. സാലറി 6,72,000 സാലറി. റെഡി? സാലറി 6,72,000. സാലറി 6,72,000. ഇനി സാലറി, പിന്നെ അതേപോലെ കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് 1 ലക്ഷം. കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ടോ? 1 ലക്ഷം. ഇത് രണ്ടും കൂടെ സാലറി 6,72,000, കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് എത്ര? 1 ലക്ഷം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 7,72,000. അതാണ് നമ്മളിവിടെ കാണിച്ചത് 7,72,000. 7,72,000 ഇവിടെ കാണിക്കാം എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്. ഇനി ഫിനാൻസ് കോസ്റ്റ് കാണിക്കാൻ എന്താ ഉള്ളത്? ഫിനാൻസ് കോസ്റ്റ് കാണിക്കാൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ ഉണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചർ
ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചർ 22,500 ലാസ്റ്റ് ക്വാർട്ടറിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ നോട്ട് കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചർ പെയ്ഡ് 22,500 ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്ര ഉണ്ട്, അതായത് 10% അല്ലേ, 3 ലക്ഷത്തിൻ്റെ 10% പറയുമ്പോൾ 30,000 കൊടുക്കണം. പക്ഷെ എത്ര കൊടുത്തിട്ടുള്ളൂ, 22,500. അപ്പോൾ 7,500 കൂടെ കൊടുക്കാണ്ട്, അല്ലെങ്കിൽ 3 ക്വാർട്ടറിൻ്റാണ് 22,500. അപ്പോൾ 22,500 /3 അടിച്ചാൽ ഒരു ക്വാർട്ടറിൻ്റെ 7,500 ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് ആഡ് ചെയ്യുക, 7,500 ആഡ് ചെയ്യുക. അപ്പോൾ മൊത്തം 30,000 വരും. റെഡി, ഫിനാൻസ് കോസ്റ്റ്. ഇനി അടുത്തത് എന്താണ്, അടുത്തത് ഫിനാൻസ് കോസ്റ്റ് കഴിഞ്ഞാൽ എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ്, ഫിനാൻസ് കോസ്റ്റ്, പിന്നെ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ശ്രദ്ധിക്കുക, ഡിപ്രിസിയേഷൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റ് ഉള്ള 4 ലക്ഷത്തിൻ്റെ മോട്ടോർ വാനിന് എത്രയാണ് ഡിപ്രിസിയേഷൻ റേറ്റ് പറയുന്നത്, മോട്ടോർ വെഹിക്കിൾ 10%, മെഷീനറി 20%, ബിൽഡിംഗ് 5%. അപ്പോൾ ഇതിൻ്റെ 10%, അപ്പോൾ എന്ന് പറയുമ്പോൾ 40,000 വരും. ഇനി മെഷീനറി 20 ആണ് പറഞ്ഞത്, അപ്പോൾ 2 ലാഖിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും, 20% എന്ന് പറയുമ്പോൾ 4 ലാഖ് വരും അല്ലേ. അപ്പോൾ ഇവിടെ 40,000 ഏത് മോട്ടോർ വെഹിക്കിൾ, പിന്നെ മെഷീനറിൻ്റെ 4 ലാഖ്, അപ്പോൾ 4,40,000. ബിൽഡിംഗ് 5% ആണ് പറഞ്ഞത്, അപ്പോൾ 12 ലാഖിൻ്റെ 5% എന്ന് പറയുമ്പോൾ 60,000. അപ്പോൾ മൊത്തം എത്ര വരും, ഇത് 4 ലാഖ് അല്ലേ, 4,40,000 + 60,000 എത്ര വരും, 5 ലാഖ് വരും മൊത്തം ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മളിവിടെ ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 5 ലാഖ് കാണിച്ചു. ഡിപ്രിസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ 5 ലാഖ്. ഇനി എന്താണ് അതർ എക്സ്പെൻസിൽ എന്തൊക്കെ കാണിക്കാനുണ്ട്, അതർ എക്സ്പെൻസിൽ കാണിക്കാനുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതർ എക്സ്പെൻസിൽ ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട് 7,500. റെഡി, പിന്നെ അതർ എക്സ്പെൻസിലേക്ക് മാറ്റി വെച്ചെന്ത് നോക്കി, അതർ എക്സ്പെൻസ് ക്യാരേജ് ഔട്ട്വേർഡ്, അപ്പോൾ 1,57,500 ആയി, 1,57,500. ഇനി റെൻ്റ് ആൻഡ് റൈറ്റ്സ് 50,000, അപ്പോൾ 50,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2,07,500 ആയി, 2,07,500 ആയി. പിന്നെന്താണ് വേറെ അഡ്വർടൈസ്മെൻറ്റ് 1,50,000, 1,50,000 വരുമ്പോൾ 3,57,500 ആയില്ലേ, 3,57,500 ആയി, 3,57,500. ഇനി ബാഡ് ഡെപ്റ്റ് 20,000, അപ്പോൾ 3,77,500 ആയി, 3,77,500 ആയി. പിന്നെ 3,77,500. ഇനി എന്തെങ്കിലും ഉണ്ടോ, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ 30,000, ഇത് 30,000 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4,07,500 ആയി, 4,07,500. ഇനി ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻ എന്തുണ്ട്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 2% ഉണ്ട്, പിന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലേ. 25,000 തരാനുള്ള ആൾ ഇൻസോൾവെൻ്റ് ആയി, 25 പൈസ കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ 25% കിട്ടുള്ളൂ, അപ്പോൾ ബാക്കി 75% ഇനി കിട്ടില്ല. അത് ബാഡ് ഡെപ്റ്റ് എന്നോ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ, കൺഫേം ആയെങ്കിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് തന്നെ കാണിക്കാം, അല്ലെങ്കിൽ ഇയർ എൻഡ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക, എന്തായാലും ഉറപ്പായതല്ലേ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 25,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒന്ന് 25,000 75% നമുക്ക് കിട്ടില്ല, ഇത് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. 25,000 75% എന്ന് പറയുമ്പോൾ എത്ര വരും, 18,750 വരും. പ്ലസ് ഈ 25,000 കാര്യത്തിൽ തീരുമാനമായി, മൊത്തം ഡെപ്റ്റേഴ്സ് എത്ര ഉണ്ട്, 10 ലക്ഷം ഉണ്ട് അല്ലേ. ഇതിൽ 25,000 കാര്യത്തിൽ എത്ര കിട്ടും എത്ര കിട്ടില്ല അത് തീരുമാനമായി, ബാക്കി 9,75,000 ഉണ്ട്. ഇവരുടെ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല, അപ്പോൾ ഇവരുടെ പേരിൽ ഒരു 2% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ എത്ര വരും, 18,500 വരും അല്ലേ. 18,500 ആണോ 19,500 ആണോ, 9,75,000 ഇൻറ്റു 2% എന്ന് പറയുമ്പോൾ 19,500. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 18,750 കൂടെ കൂട്ടിയാൽ മൊത്തം 38,250. ഈ 38,250 നിങ്ങൾക്ക് എന്തൊക്കെയാ ഇത് മൊത്തം പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഈ 19,500 മാത്രം പ്രൊവിഷൻ കാണിച്ചിട്ട് ഇത് ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും കാണിക്കുക. അപ്പോൾ ഇവിടെ 38,250 കൂടെ വരും, 38,250. അപ്പോൾ 4,07,500 ഓൾറെഡി ഉണ്ട്, 4,07,500 കൂടെ 38,500 കൂടെ വരും, 38,250 കൂടെ വരുമ്പോൾ എത്രയായി, 4,45,750 രൂപ അതർ എക്സ്പെൻസ്, 4,45,750 ഇതാണ് വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ മൊത്തം 48,97,750 വരും. ഇൻകം ടോട്ടൽ 57,24,000. 57,24,000 നിന്ന് 48,24,000 കുറച്ച് കഴിഞ്ഞാൽ 8,26,250 വരും.
ഇതിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ടാക്സ് 1,50,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 6,76,250 കറണ്ട് ഇയർ പ്രോഫിറ്റ്. ഇത് നമ്മൾ ഓപ്പണിംഗ് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഈ വർഷത്തെ P&L കുറയ്ക്കും. ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓപ്പണിംഗ് P&L കൂടെ ആഡ് ചെയ്തിട്ട് ഈ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. അപ്രോപ്രിയേഷൻ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യും. റെഡി. ഇനി ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എത്ര ഉണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ ഇവിടെ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. നോട്ട് ഉണ്ടാക്കുക, ഓതറൈസ് ടു ഇഷ്യൂടെ ഒക്കെ തന്നെ ഒറ്റൊരു നോട്ട് ഉണ്ടാക്കുക. ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 30 ലക്ഷം ഇല്ല, വേറെ കോൾസിൻ്റെ കുറയ്ക്കാനൊന്നുമില്ല. ഷെയർ ക്യാപിറ്റൽ 30 ലക്ഷം, ഇത് നേരെ കാണിച്ചു. ഇനി റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ കേസിൽ 2 ലക്ഷം ജനറൽ റിസർവ് ഇവിടെ ഉണ്ട് ഓൾറെഡി. ഈ വർഷം ജനറൽ റിസർവിലേക്ക് 1 ലക്ഷം മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോട്ടിൽ കാണിക്കാം, ആഡ് ചെയ്ത് കാണിക്കാം. 3 ലക്ഷമായിട്ട് കാണിക്കാം ജനറൽ റിസർവ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് 2 ലക്ഷം, ആഡ് ട്രാൻസ്ഫേർഡ് ഡ്യൂറിങ് ദ ഇയർ, ഈ വർഷം 1 ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ 3 ലക്ഷമായിട്ട് കാണിക്കുക. P&Lൻ്റെ കേസിൽ ഓപ്പണിംഗ് ബാലൻസ് 3 ലക്ഷം ഉണ്ട്. ഈ 3 ലക്ഷത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വർഷത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യും. ഈ 3 ലക്ഷം പ്ലസ് 6 ലക്ഷത്തി, അപ്പോൾ 9,76,250 വരും. അതിൽ നിന്ന് 1 ലക്ഷം ജനറൽ റിസർവിലേക്ക് മാറ്റി എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ബാക്കി 8,76,250. അപ്പോൾ 3 ലക്ഷം പ്ലസ് 8,76,250 എന്ന് പറയുമ്പോൾ 11,76,250 റിസർവ് ആൻഡ് സർപ്ലസ് വരിക. 11,76,250. ഇനി അടുത്തത് ലോങ് ടൈം ബോറോയിങ്ങിൽ ഡിബഞ്ചർ മാത്രമേ ഉള്ളൂ, നോട്ട് ഉണ്ടാക്കണമെന്നില്ല. നേരെ ബ്രാക്കറ്റിൽ കാണിച്ചാണ്ട് ഇവിടെ കാണിച്ചാൽ മതി 3 ലക്ഷം. റെഡി. കറണ്ട് ലയബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് പേബിൾസ് ഉണ്ട്. നേരെ ഇവിടെയുള്ള എമൗണ്ട് ഒന്ന് കാണിക്കുക, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. നേരെ ഇവിടെ വന്ന് ട്രേഡ് പേബിൾസ് 2 ലക്ഷം കാണിക്കുക. പിന്നെ അതർ കറണ്ട് ലയബിലിറ്റീസിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് കാണിക്കണ്ടേ? ഇവിടെ ട്രേഡ് പേബിൾസ് 2 ലക്ഷം, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. അതർ കറണ്ട് ലയബിലിറ്റീസിൽ നമ്മൾ നോട്ട് ഉണ്ടാക്കണേ നോട്ട് കാണിക്കുക. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നോട്ട് ഉണ്ടാക്കുക. ഇതിലെന്താ വരുന്നുള്ളൂ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ 7,500. റെഡി അല്ലേ? ഷോർട്ട് ടൈം പ്രൊവിഷനിൽ എന്ത് വരും? പ്രൊവിഷൻ ഫോർ ടാക്സ് 1,50,000. റെഡി. അപ്പോൾ നമ്മൾ നോട്ടിൽ കാണിക്കാം. അപ്പോൾ ലാബിലിറ്റി സൈഡ് ഇത്രേ ഉള്ളൂ. ലാബിലിറ്റി സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്? 48,33,750 വരും. ഇനി അസറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അസറ്റ്, നോൺ കറണ്ട് അസറ്റ്, അതിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അതിൽ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്, അതിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൽ നമുക്ക് 3 അസറ്റാണുള്ളത്. മിഷനറി ഉണ്ട്, അവിടെ ശ്രദ്ധിക്കുക. പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ബിൽഡിംഗ് 12 ലക്ഷം, അതിന് 5% എന്തുണ്ട്? ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ 60,000 ഡിപ്രിസിയേഷൻ, അത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 11,40,000. ഇനി മിഷനറി 20 ലക്ഷം ഉണ്ട്, 20% ആണ് ഡിപ്രിസിയേഷൻ. അപ്പോൾ അത് 4 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 16 ലക്ഷം വരും. ഇനി മോട്ടോർ വാന് 4 ലക്ഷം, 10% ആണ് ഡിപ്രിസിയേഷൻ, അപ്പോൾ 40,000, അപ്പോൾ 3,60,000 വരും. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടാം. അപ്പോൾ 16ഉം 19,60,000, 19,60,000, 40 കൂടെ എത്ര വരും? 20 ലക്ഷം, 31 ലക്ഷം വരും മൊത്തം. 31 ലക്ഷം ഇടയില്ലേ? അപ്പോൾ 31 ലക്ഷം നേരെ നമ്മൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിച്ചു 31 ലക്ഷം. ഇനി അടുത്ത നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ 12% ലോങ് ടൈം ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ 2 ലക്ഷം ഉണ്ട്. അത് നമ്മൾ നേരെ ഇവിടെ കാണിച്ചു. കറണ്ട് അസറ്റിലേക്ക് വരുമ്പോൾ ഇൻവെൻട്രി ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് 3,50,000. ട്രേഡ് റിസീവബിൾസ് നമ്മൾ പറഞ്ഞു 10 ലക്ഷം ഉണ്ട്. 10 ലക്ഷത്തിൽ നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് 38,250,000 അല്ലേ? ഇത് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9,96,750 വരും. അത് നമ്മളിവിടെ ഒന്ന് കാണിച്ചു. ഇനി ക്യാഷ് ആൻഡ് ബാങ്ക്, അത് നമുക്ക് നേരെ ഇവിടെ തന്ന എമൗണ്ട് എത്രയാണ്? ക്യാഷ് ആൻഡ് ബാങ്ക്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് പറഞ്ഞിട്ട് കാണിക്കാം. ക്യാഷ് അറ്റ് ബാങ്ക് ആൻഡ് ക്യാഷ് ഇൻ 2,22,000. ഇത്രേ ഉള്ളൂ. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് കാണിച്ചു. നേരെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡും ടോട്ടൽ ചെയ്തു. റെഡി. ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കരമായിട്ട് ചിന്തിക്കാനൊന്നും ഇല്ല. അത് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. റെഡി. ഇനി അടുത്തെന്താണ്? നോട്ട്സ് ടു അക്കൗണ്ട്സ് എല്ലാത്തിൻ്റെ നോട്ടും ഉണ്ടാക്കാം. അടുത്തത് ദി ബുക്ക് ഓഫ് എ ബാങ്ക് ഇൻക്ലൂഡ് എ ലോൺ 15 lakh അഡ്വാൻസ് ഓൺ 31st December 2020. ഇൻട്രസ്റ്റ് ചാർജബിൾ 10% കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. സെക്യൂരിറ്റി ഫോർ ദി ലോൺ ഈസ് 21,000 ഷെയർസ് ഓഫ് റുപ്പീസ്. സെക്യൂരിറ്റി ആയിട്ട് വന്ന് 21,000 ഷെയറാണ്, 100 രൂപേൻ്റെ ഷെയറാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനിൻ്റെ ആണ്. 80 രൂപയാണ് നമ്മൾ വാല്യൂ, ഇവർ സെക്യൂരിറ്റി ആയിട്ട് വന്നപ്പോൾ നമ്മൾ വാല്യൂ ചെയ്തത് 80 രൂപ വെച്ചിട്ടാണ്. 100 രൂപ ഫേസ് വാല്യൂ ഷെയറാണ്, നമ്മൾ 80 രൂപ വെച്ചിട്ടാണ് വാല്യൂ ചെയ്ത്. ദെയർ ഈസ് നോ റീപേയ്മെൻറ്റ് ടിൽ 31st March 2024. അപ്പോൾ നമ്മൾ 31st December 2022 മുതലുണ്ട്. 31st March 2024 ആയിട്ടും എന്തൊന്നുമില്ല, റീപേയ്മെൻ്റ് ഒന്നുമില്ല എന്നാണ് പറയുന്നത്.
ഇൻക്ലൂഡിങ് അക്രൂഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒന്നും തന്നിട്ടില്ല, ഇൻട്രസ്റ്റ് ഒന്നും തന്നില്ല. ദ വാല്യൂ ഓഫ് ഷെയർ ഡിക്ലൈൻ. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി എന്ന ഷെയറില്ലേ അതിൻ്റെ വാല്യൂ 70 ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഹൗ ഡു യു ക്ലാസിഫൈ ദി ലോൺ ആസ് സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ് ഇൻ ദി ബാലൻസ് ഷീറ്റ്, സ്റ്റേറ്റ് വിത്ത് റീസൺ. അപ്പോൾ ഇയാൾ സെക്യൂരിറ്റി ആയിട്ട് തന്നത് എത്ര ഉള്ളൂ? 21,000 ഷെയർ. 21,000 ഇൻറ്റു എത്രയാണ് ഇപ്പോൾ അതിൻ്റെ റിയലൈസബിൾ വാല്യൂ? 70 അല്ലേ? 21,000 ഇൻറ്റു 70 എന്ന് പറയുമ്പോൾ എത്ര വരും? 21,000 ഇൻറ്റു 70 എന്ന് പറയുമ്പോൾ 14,70,000 അല്ലേ? 14,70,000. 14,70,000. ഈ 14,70,000 ആണ് സെക്യൂർഡ്, ബാക്കിയൊക്കെ അൺസെക്യൂർഡാണ്. അറിയില്ല. അപ്പോൾ മൊത്തം ലോൺ എത്ര? 15 ലക്ഷം ലോണുണ്ട്, ഇൻട്രസ്റ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ മൊത്തം ഇയാൾ എത്ര തരാനുണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്രൂഡ് ബേസിലാണ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ആയിട്ടുണ്ട്, തന്നിട്ടില്ല. കോമ്പൗണ്ട് ബേസിലാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓൾറെഡി തരാനുള്ള ഇൻട്രസ്റ്റ് തന്നിട്ടില്ലെങ്കിൽ അത് പ്രിൻസിപ്പളിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കണ്ടുപോകണം. അപ്പോൾ ഇവിടെ നമുക്ക് മൊത്തം എത്ര തരാണ്ട്? 15 ലക്ഷവും ഇൻട്രസ്റ്റ് അടക്കം മൊത്തം എത്ര തരാണ്ട്? അതിൽ 14,70,000 സെക്യൂർഡാണ്, ബാക്കി അൺസെക്യൂർഡാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ആദ്യം എന്ത് കാണണം? ഇൻട്രസ്റ്റ് എത്ര ഇയാൾ തരാണ്ടെന്ന് കാണണം. ക്വാർട്ടർലിയാണ് ഇൻട്രസ്റ്റ് തരാം. അക്രൂ ആകുമ്പോൾ പിന്നെ അടുത്ത ക്വാർട്ടർലി ഇൻട്രസ്റ്റ് ആകുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ 31 ഡിസംബർ 2022 എന്ത് ചെയ്യുന്നത്? ലോൺ എടുക്കുന്നത് അല്ലേ? അഡ്വാൻസ് ചെയ്യുന്നത് 31 ഡിസംബർ 2022. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 3 മാസം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ 31 മാർച്ച് 2023. 31 മാർച്ച് 2023 3 മാസത്തെ ഇൻട്രസ്റ്റ് കാണുക. അപ്പോൾ എങ്ങനെ? മൊത്തം 15 ലക്ഷം അല്ലേ? 15 ലക്ഷം ഇൻറ്റു 10% ആണ് ഇൻട്രസ്റ്റ് പറഞ്ഞത്, ഇൻറ്റു 3/12 ഇങ്ങനെ കാണാം. അല്ലെങ്കിൽ നിങ്ങൾ 10% ഇൻറ്റു 3/12 ആക്കണതിന് പകരം നേരെ 15 ലക്ഷം ഇൻറ്റു 2.5%. ഇത് ക്വാർട്ടറിലേക്ക് കാണുന്നതിന് പകരം നിങ്ങൾ എന്താ ഈ 3/12 എന്ന് പറഞ്ഞാൽ 1/4 ആക്കൂലേ, ഈ 10%-നെ 1/4 ആക്കും. അപ്പോൾ നേരെ 10%-ൻ്റെ 1/4 എടുത്താൽ മതി, അല്ലെങ്കിൽ 3/12 എടുത്താൽ മതി. അതിപ്പോൾ 2.5% എടുത്താൽ മതി. അപ്പോൾ 15 lakh ഇൻറ്റു 2.5% എന്ന് പറയുമ്പോൾ 1,50,000, 75,000, 37,500 വരും. 37,500 ഫസ്റ്റ് ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ്. ഇപ്പോൾ ക്ലോസിംഗ് ബാലൻസ് വിത്ത് പ്രിൻസിപ്പൽ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് അടക്കം മൊത്തം എത്ര വരും? ക്ലോസിംഗ് ബാലൻസ് 31 മാർച്ച് 2023 15,37,500. ഇനി അടുത്ത ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് കാണുമ്പോൾ ഇതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, ഇതിൻ്റെ മേലാണ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, അക്രൂ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, ഇതിൻ്റെ മേലെ നമ്മൾ എന്ത് കാണണം? ഇൻട്രസ്റ്റ് കാണണം. ഇൻട്രസ്റ്റ് പെൻഡിങ്ങും പ്രിൻസിപ്പളിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ 15,37,500 ഇൻറ്റു 2.5% എന്ന് പറയുമ്പോൾ എത്ര വരും? 38,427.5 വരും. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 38,428 എടുത്തു. റെഡി അല്ലേ? അപ്പം ഇനി ഇത് പ്ലസ് ഇത് ആഡ് ചെയ്താൽ ഈ ഡേറ്റിലുള്ള ക്ലോസിംഗ് ബാലൻസ് ആയി 15,75,938. ഇനി ഇതിൻ്റെ മേലെ വേണം അടുത്ത വർഷം എന്ത് കാണാൻ? ഇൻട്രസ്റ്റ് കാണാൻ എന്ന് പറയുമ്പോൾ ഈ മൂന്നാമത്തെ ക്വാർട്ടറിൽ, അടുത്ത വർഷമല്ല മൂന്നാമത്തെ ക്വാർട്ടറിൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15,75,000 ഇൻറ്റു 2.5% എന്ന് പറയുമ്പോൾ 39 റൗണ്ട് ചെയ്തിട്ട് 398 വരും. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അതാണ് ഈ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ്, ഈ ക്വാർട്ടറിലെ ക്ലോസിംഗ് ബാലൻസ് 16,15,336. അപ്പോൾ അടുത്ത വർഷം 16,15,336 ഇൻറ്റു 2.5% കാണാം. 16,15,336 ഇൻറ്റു 2.5% എന്ന് പറയുമ്പോൾ 40,383 റൗണ്ട് ചെയ്താൽ 40,383 വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 16,55,719 വരും ഈ ക്വാർട്ടറിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. ഇനി അടുത്ത ക്വാർട്ടറിൻ്റെ ഇൻട്രസ്റ്റ് ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 16,55,719 ഇൻറ്റു 2.5%, അതാണിത്. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, അത് ഈ വർഷത്തെ ക്വാർട്ടറിൻ്റെ എൻഡിലുള്ള ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് നമ്മളെ ഈ വർഷത്തെ ക്വാർട്ടറിൻ്റെ എൻഡിലുള്ള ക്ലോസിംഗ് ബാലൻസ്. ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത ഇൻട്രസ്റ്റ് 1,97,112, 15 ലക്ഷം പ്രിൻസിപ്പൾ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 16,97,112 വന്നത്. ഇതാണ് ഇയാൾ മൊത്തം തരാനുള്ള എമൗണ്ട്. അതിൽ 14,70,000 സെക്യൂർഡാണ്, സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് 16,97,112 കിട്ടാനുണ്ട് ഇയാളത്ത് നിന്ന്. അതിൽ നമുക്ക് സെക്യൂരിറ്റി എത്ര ഉള്ളൂ? 14,70,000 ഉള്ളൂ. അപ്പോൾ സെക്യൂർഡ് എത്രയാണ്? 14,70,000. ബാക്കി 2,27,112 എന്താണ്? അൺസെക്യൂർഡാണ്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? പ്രശ്നമുണ്ടോ? അപ്പോൾ സെക്യൂർഡ് പൊസിഷൻ 14,70,000, അൺസെക്യൂർഡ് പൊസിഷൻ ഇത് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല ഇത് ചെയ്യാൻ. ഇനി അടുത്തെന്താ ചോദിക്കുന്നത്?
അടുത്ത ക്വസ്റ്റ്യൻ ദ റവന്യൂ അക്കൗണ്ട് ഓഫ് ഇൻഷുറൻസ് കമ്പനി ഷോ ദി ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്. റവന്യൂ അക്കൗണ്ട് ഓഫ് ആൻ ഇൻഷുറൻസ് കമ്പനി ഷോസ് ലൈഫ് അഷുറൻസ് ഫണ്ട് എത്ര ഉണ്ട്? ലൈഫ് അഷുറൻസ് ഫണ്ടിന് 31 മാർച്ച് 2023 30 ലക്ഷം ഉണ്ട്. നിങ്ങളോട് ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എബോ ഐറ്റംസ് കൺസിഡർ ചെയ്തിട്ടുള്ള ബാലൻസ് ആണ് ചോദിക്കുന്നത്. ലൈഫ് അഷുറൻസ് ഫണ്ടിൻ്റെ എബോ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്താണ്. ഇങ്ങൊക്കെ എന്ത് ചെയ്യുക, അവിടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 30 ലക്ഷമാണ് ഇപ്പോൾ ഉള്ള ബാലൻസ്. ഈ ഐറ്റംസ് അഡ്ജസ്റ്റ് ചെയ്യണം മുമ്പുള്ള ബാലൻസ്. ഇതിലുള്ള ഇൻകംസ് ഒക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക. ഇപ്പോൾ ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് നമ്മൾ റീഇൻഷുറൻസ് ചെയ്തതിലുള്ള നമ്മുടെ ക്ലെയിം റീഇൻഷുറൻസ് സീഡഡ് ആണോ റീഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണോ എന്ന് സെപ്പറേറ്റ് പറയുന്നില്ലെങ്കിൽ റീഇൻഷുറൻസ് സീഡഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. കാരണം ആക്സെപ്റ്റഡ് മൊത്തത്തിൽ ഡയറക്റ്റ് ബിസിനസ്സും അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ബിസിനസ്സും ആക്സെപ്റ്റൻസും ആഡ് ചെയ്തിട്ട് ഒരുമിച്ചായിരിക്കും തരാം. അപ്പോൾ ഇത് ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇത് റീഇൻഷുറൻസ് പെയ്ഡാണ് 6000. ഇത് എന്താണ്, എക്സ്പെൻസ് ആണ്. ഇത് നമ്മളെന്താ ചെയ്യേണ്ടത്, ലെസ്സാണ് ചെയ്യേണ്ടത്. സീഡഡ് അല്ലേ, സീഡഡ് എന്ന് പറയുമ്പം സീഡ് ചെയ്തതിൻ്റെ മേലെ നമുക്ക് ക്ലെയിം നമ്മൾ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലെയിം കൊടുക്കലല്ലോ, നമുക്ക് കിട്ടുക ചെയ്യും. സീഡ് ചെയ്താൽ ക്ലെയിം കിട്ടുക ചെയ്യും, പെയ്ഡല്ല, ഇൻകമാണ്. സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ വേറൊരു കമ്പനിയിൽ പോയി ഇൻഷുറൻസ് എടുത്തു. അപ്പോൾ ആ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും പറ്റുക ക്ലെയിം നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുക. അപ്പം ക്ലെയിം കവേർഡ് അണ്ടർ റീഇൻഷുറൻസ് പറയുമ്പോൾ ഒന്നും പറഞ്ഞില്ലേ സീഡഡ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പം നമ്മൾ സീഡ് ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ആ പ്രോപ്പർട്ടിക്ക് ക്ലെയിം കിട്ടി. ഇത് റിസീവ്ഡാണ്, ഇത് ഇൻകമാണ്, ഇത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം പെയ്ഡിൽ നിന്ന് ലെസ് ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്യും. അപ്പോൾ ഞാനിത് ക്ലെയിം പെയ്ഡിൽ നിന്ന് ലെസ് ചെയ്യാൻ ചെയ്യണത്. ഇനി ബോണസ് യൂട്ടിലൈസ്ഡ് ബോണസ് കൊടുത്താണ്, ഇത് എക്സ്പെൻസ് ആണ്, ലെസ് ചെയ്യും. ഇത് എക്സ്പെൻസ്, ഇത് ഇൻകം. ഇനി ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ സെക്യൂരിറ്റീസിൻ്റെ മേലെ ഇൻട്രസ്റ്റ് അക്രൂ ആയിരുന്നു, ഇൻകം ആണ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് പ്രീമിയം ഇൻകം ആണ്, പ്രീമിയം കിട്ടാനുള്ളത്. ക്ലെയിം ഇൻറ്റിമേറ്റഡ് ബട്ട് നോട്ട് അഡ്മിറ്റഡ്, ക്ലെയിം ഇൻറ്റിമേറ്റ് ചെയ്തു, അഡ്മിറ്റ് ചെയ്തില്ല. ക്ലെയിം നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്താൽ തന്നെ എന്തായിട്ട് കാണിക്കണം, എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. അപ്പോൾ ഇത് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസിൽ നിന്ന് ഈ ക്ലെയിം ഇൻകം ഇല്ലേ, അത് ലെസ് ചെയ്ത് കാണിച്ചാൽ മതി. റെഡി? അപ്പോൾ നമ്മൾ ആദ്യം ഇൻകം എത്ര ഉണ്ട് സെപ്പറേറ്റ് കാണിക്കാനുള്ള ഇൻകം ഇത് രണ്ടുമാണുള്ളത്, ഇത് രണ്ടുമാണ് ഇൻകം. ഇത് രണ്ടും ആഡ് ചെയ്യും, 4100 2700. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ബാലൻസ് ഇപ്പോൾ ഉള്ളത് 30 lakh, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും പ്രീമിയം ഔട്ട്സ്റ്റാൻഡിങ് ഇത് രണ്ടും ആഡ് ചെയ്തു, മൊത്തം 6800 ആഡ് ചെയ്തു. അപ്പോൾ ഇത്ര വന്ന എമൗണ്ട് 30,06,800. ഇനി ലെസ് ചെയ്യാനുള്ളത് ഒന്ന് ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 13,250, ഇത് എക്സ്പെൻസ് ആണ്. ഇതിൽ നിന്ന് ക്ലെയിം ഓൺ റീഇൻഷുറൻസ് സീഡഡ് ഇല്ലേ, അത് ലെസ് ചെയ്യുക. അപ്പോൾ 13,250 ലെസ് ചെയ്താൽ 7,250 വരും, 7,250. ഇനി ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം പ്രീമിയം എക്സ്പെൻസ് ആണ്. ഇത് രണ്ട് എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എത്ര വരും, 9,500 വരും. ഈ 9,500 നമ്മളിതിൽ നിന്ന് ലെസ് ചെയ്യുക, 29,97,300 വരും ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലൈഫ് അഷുറൻസ് ഫണ്ട്. ഇതിനും 7 മാർക്കാണ് തോന്നുന്നു. ഇതിലൊക്കെ എന്താ ഉള്ളത് അല്ലേ, 7 മാർക്ക്. ഇനി അടുത്തത് കൺസിഡർ ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇത് ഇൻഡെക്സ് 19 എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസിൻ്റെ ക്വസ്റ്റ്യനാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് 450 ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസ് ടേൺ ഓവർ റേറ്റ് 8% ഉണ്ട്. അപ്പം എംപ്ലോയീസ് പോകാൻ ചാൻസ് ഉള്ള 8% ആണ്. അപ്പോൾ ഇനി ബോണസ് പെയ്ഡ് ടു ഈച്ച് എംപ്ലോയീസ്, നമ്മൾ എല്ലാ എംപ്ലോയിക്കും കഴിഞ്ഞ വർഷം ബോണസ് കൊടുത്ത 3 ലക്ഷമാണ്. ഇനി ഇൻക്രീസ് ഇൻ ബോണസ് റേറ്റിൻ്റെ ഇൻഫ്ലേഷൻ കാരണം ബോണസിൽ ഇൻക്രീസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് 6% ആണ്. ആസ് പെർ കമ്പനീസ് റെഗുലർ പ്രാക്ടീസ്, അപ്പോൾ കമ്പനീൻ്റെ റെഗുലർ പ്രാക്ടീസ് പ്രകാരമാണ് ഇവർ എന്ത് കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നത്. അപ്പോൾ ബോണസ് അവർ ലീഗലി അങ്ങനെ ഇത് കൊടുക്കുന്നില്ല, അവർ റെഗുലർ പ്രാക്ടീസാണ്. അപ്പോൾ ഇനി എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് ദി ലാബിലിറ്റി ഓഫ് ആൻഡ് എക്സ്പെൻസ് ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് പെർ ഇൻഡെക്സ് 19. എത്രയാണ് ലാബിലിറ്റിയും എക്സ്പെൻസും കാണിക്കേണ്ടത്. ഓൾസോ സ്റ്റേറ്റ് അണ്ടർ ദി വിച്ച് കാറ്റഗറി ദിസ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് വിൽ ബി ക്ലാസിഫൈഡ്. ഷോർട്ട് ടേം ആണോ, പോസ്റ്റ് എംപ്ലോയ്മെൻ്റ് ആണോ, അതർ ലോങ് ടേം ആണോ, ടെർമിനേഷൻ ആണോ. ശ്രദ്ധിക്കുക, ഈ ബോണസ് നോർമലി ഷോർട്ട് ടേം ആയിരിക്കും, 1 ഇയറിനുള്ളിൽ നമ്മൾ കൊടുക്കും. പിന്നെ ഇവർ ഇയർലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം നമ്മൾ റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെ അവിടുന്ന് 12 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതൊക്കെ എന്താണ്, ഷോർട്ട് ടൈം ആണ്. അപ്പോൾ ഈ ബോണസ് ശരിക്കും എന്താണ്, ഷോർട്ട് ടൈം ആണ്. സാധാരണ ബോണസ് 1 ഇയറിൻ്റെ ഉള്ളിൽ കൊടുക്കും. പിന്നെ ഇവർ ഇയർലി ആണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ 1 ഇയറിനുള്ളിൽ കൊടുക്കാൻ ഉള്ളതാണ്.
അപ്പം 3 ലക്ഷമാണ് ഒരാൾക്ക്. അപ്പോൾ 6% ഇൻക്രീസ് നമ്മൾ ഇപ്രാവശ്യം പറയുന്നുണ്ട്. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ 6% എന്ന് പറയുമ്പോൾ 18,000. അപ്പോൾ നമ്മൾ 3,18,000 ഈ വർഷം കൊടുക്കണം. നമുക്ക് എത്ര എംപ്ലോയി ഉണ്ട്? 450 ഉണ്ട്. അപ്പോൾ ടേൺ ഓവർ ഒരു 8% എംപ്ലോയീസ് ടേൺ ഓവർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 450 നിന്ന് ഒരു 8% കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 450 8% എന്ന് പറയുമ്പോൾ 45 അല്ലേ? 9 പറയുമ്പോൾ 45 46 എന്ന് പറയുമ്പോൾ 414 ഇൻറ്റു 3,18,000. ഇതാണ് നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? ഇവിടെ നോക്കി 3,18,000 414 എംപ്ലോയീസാണ്. അപ്പോൾ മൊത്തം എത്ര വരും നമുക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്? 13,16,52,000 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം ബോണസിന് വേണ്ടി. ഹിയർ കമ്പനി ഹാസ് കൺസ്ട്രക്റ്റീവ് ഒബ്ലിഗേഷനാണ്, ലീഗൽ ഒബ്ലിഗേഷൻ അല്ല, കൺസ്ട്രക്റ്റീവ് ആണ്. കമ്പനിൻ്റെ റെഗുലർ പ്രാക്ടീസ് എന്ന് വന്നതാണ്. ആൻഡ് നോട്ട് എ ലീഗൽ ഒബ്ലിഗേഷൻ ടു ഇൻക്രീസ് ദ ബോണസ്. ദിസ് വിൽ ബി ഫാൾ അണ്ടർ ദ കാറ്റഗറി ഷോർട്ട് ടൈം എംപ്ലോയി ബെനിഫിറ്റ് ആയിട്ടാണ് ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത്, ഫോളോയിങ് figure have been extracted from the books of Y Limited for the year ended 31st March 2024. You are required to work out cash flow from operating activity. ഈ ക്വസ്റ്റ്യൻ ഫുൾ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്താണ് ഇതിൽ. റെഡിയല്ലേ? ഇതിൻ്റെ ഒരു പോർഷൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. റെഡിയല്ലേ? ഓപ്പറേറ്റിംഗ് നമ്മൾ ചെയ്ത അത്ര പോലും ഇതില്ല. ഇത് എത്ര മാർക്കിന്? 7 മാർക്കിന് നമ്മൾ ചെയ്ത അത്ര പോലും ഇല്ല. ഇത് നമ്മളൊരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ ചെയ്താണ് ഇതിൻ്റെ. ഫസ്റ്റ് നമ്മൾ എന്തെടുക്കണം? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അല്ലേ? 10 ലക്ഷം എടുക്കുക. എന്നിട്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് താഴെ പറയുന്നതൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുക. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചർ റൈറ്റ് ഓഫ് ഇത് ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിവെഞ്ചർ പെയ്ഡ് ഇത് ആഡ് ചെയ്യുക. ബുക്ക് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൾഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000 ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ 1,60,000 വിറ്റു എന്ന് പറയുമ്പോൾ 10,000 എന്തുണ്ട് അവിടെ? 10,000 എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. ആ 10,000 പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 10,000 പ്രോഫിറ്റ് ഇൻകം അല്ല ലെസ് ചെയ്യും. ഇൻകം സൈഡിൽ വരണം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇത് ലെസ് ചെയ്യുക. റെഡിയല്ലേ? അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2,95,000, 3 ലക്ഷം, 3,10,000, 4,85,000 ആഡ് ചെയ്യാം. അപ്പോൾ 14,85,000. 14,85,000 10,000 40,000 കുറയ്ക്കുക 85. അപ്പോൾ എത്ര വരും? 14,45,000 വരും അല്ലേ? 14,45,000. ഇതാണ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 14,45,000 വരും. അല്ലേ? 10 ലക്ഷത്തിന് കൂടെ ഇതൊക്കെ ആഡ് ചെയ്തു. ഈ 2 ഐറ്റം ലെസ് ചെയ്തു. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. കറണ്ട് അസറ്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കറണ്ട് ലാബിലിറ്റി കൂടി ആഡ് ചെയ്യുക, കുറഞ്ഞാൽ ലെസ് ചെയ്യുക. ഇവിടെ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റി ഒന്നും സെപ്പറേറ്റ് തന്നിട്ടില്ല. പക്ഷേ ഇവിടെ എന്താ തന്നത്? നോൺ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ നോക്കുക. വർക്കിംഗ് ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസിംഗ് ബാലൻസിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ആണ്. ഈ പ്രോബ്ലത്തിലല്ല, ഈ പ്രോബ്ലത്തിൽ വേറെ രീതിയിലാണ് ബാക്കി നമ്മൾ ചെയ്തത്. എല്ലാ കറണ്ട് അസറ്റും തന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. പക്ഷേ വേറൊരു പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലെസ് അല്ല ചെയ്യുക, ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻക്രീസ് ചെയ്ത്? 6,39,000 മൈനസ് 5,86,000 എന്ന് പറയുമ്പോൾ 53,000 എന്ത് ചെയ്യണം? ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ ലെസ് ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്നിക്ക് കറണ്ട് അസറ്റ് കൂടണം, അല്ലെങ്കിൽ കറണ്ട് ലാബിലിറ്റി കുറയണം. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കറണ്ട് അസറ്റ് കൂടിയാലും കറണ്ട് ലാബിലിറ്റി കുറഞ്ഞാലും നമ്മൾ ലെസ്സാണ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസിങ് വർക്കിംഗ് ക്യാപിറ്റൽ 53,000 നമ്മൾ ലെസ് ചെയ്തു. അപ്പോൾ ബാക്കി 13,92,000 വരും. 13,92,000 ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഈ 13,92,000 നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് പെയ്ഡ് എത്ര ഉണ്ട്? ഇൻകം ടാക്സ് പെയ്ഡ് ഇത് അവിടെ തന്നിട്ടുണ്ട് 5,25,000. ഇത് ലെസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കിട്ടും. നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 8,67,000. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്ലാസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും എക്സാം മുകളിൽ നിങ്ങൾക്കിത് ഓർമ്മ ഒന്നും നിൽക്കില്ല. റിപ്പീറ്റ് ചെയ്ത് ചെയ്താലേ ഈ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കിത് ക്ലാസ് ചെയ്താണെന്നെങ്കിലും മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എത്ര ഉള്ളൂ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.